ഭോപ്പാൽ ദുരന്തത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾക്ക് ഇന്ന് 41 വർഷം തികയുന്നു. വിഷവാതകം ശ്വസിച്ച് ഭോപ്പാലിൽ പൊരിഞ്ഞത് 10,000-ലധികം ജീവനുകളാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യാവസായിക ദുരന്തമായിരുന്നു ഭോപ്പാലിൽ നടന്നത്. ഈ ദുരന്തത്തിന്റെ പ്രത്യാഘാതം ഇപ്പോഴും ആളുകളെ ബാധിക്കുന്നു. നമ്മുടെ എൻഡോസൾഫാൻ ദുരന്തം കാസർഗോഡിനെ ബാധിച്ചതുപോലെ ഈ ഭോപ്പാലിൻ്റെ ദുരന്ത സ്മാരകമായി ഇപ്പോഴും എത്രയോ മനുഷ്യർ അവിടെ മരിച്ച് ജീവിക്കുകയാണ്. ഡിസംബർ 2 അർദ്ധരാത്രിയോടെയാണ് രാജ്യത്തെ നടുക്കിയ ദുരന്തമുണ്ടായത്. അമേരിക്കൻ കമ്പനിയായ യൂണിയൻ കാർബൈഡ് ഫാക്ടറിയിലെ ഗ്യാസ് ടാങ്കുകളിൽ നിന്ന് വിഷവാതകം ചോർന്നു. വാതകക്കുഴലുകൾ വൃത്തിയാക്കുന്നതിനിടെ കീടനാശിനി ഉൽപാദനത്തിന് ഉപയോഗിച്ചിരുന്ന മാരക രാസവസ്തു സൂക്ഷിച്ച സംഭരണിയിൽ വെള്ളം കയറിയതാണ് ദുരന്തത്തിനു കാരണം. മീഥൈൽ ഐസോസൈനേറ്റ് അന്തരീക്ഷത്തിലേക്ക് വ്യാപിച്ചു. വിഷവാതകം ശ്വസിച്ചവർക്ക് ശ്വാസംമുട്ടലും ചുമയും പുകച്ചിലും അനുഭവപ്പെട്ടു. അസ്വസ്ഥത സഹിക്കാൻ കഴിയാതെ ജനങ്ങൾ വീടുകളിൽ നിന്ന് ഇറങ്ങിയോടി. നൂറുകണക്കിനു പേർ തെരുവിൽ മരിച്ചു വീണു. 3787 പേർ മരിച്ചെന്നാണ് സർക്കാർ കണക്കുകൾ. എന്നാൽ മരണസംഖ്യ 10,000 കടന്നിരുന്നുവെന്നാണ് അനൌദ്യോഗിക വിവരം. അർബുദം മുതൽ ശ്വാസകോശത്തെയും നാഡികളെയും ബാധിക്കുന്ന ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുടെ പിടിയിലാണ് ജനങ്ങൾ. ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി. യൂണിയൻ കാർബൈഡ് കമ്പനി നാമമാത്രമായ നഷ്ടപരിഹാരം നൽകി ഉത്തരവാദിത്തത്തിൽ നിന്ന് തലയൂരി. അർഹമായ നഷ്ടപരിഹാരത്തിനായി നിരവധി പേർ ഇന്നും നിയമയുദ്ധത്തിലാണ്. പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച യൂണിയൻ കാർബൈഡിന്റെ അന്നത്തെ സിഇഒ വാറൻ ആൻഡേഴ്സൺ മരണം വരെ ഇന്ത്യയിൽ കാൽകുത്താതെ രക്ഷപ്പെട്ടു. അപകടം നടന്ന് വർഷങ്ങൾ പിന്നിടുമ്പോഴും ദുരന്തം സൃഷ്ടിച്ച ആഘാതത്തിൽ നിന്ന് ഭോപ്പാൽ കരകയറിയിട്ടില്ല. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.